ഇനി അറിയാം. ഇക്കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞ ഒന്നാണ് മരുന്ന് മാറി നൽകി കുഞ്ഞു ഗുരുതരാവസ്ഥയിൽ ആയി എന്നുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള ആ വാർത്തയിൽ മരുന്ന് മാറി നൽകിയത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ്. ഒരു മരുന്നില്ലെന്ന് പറയുമ്പോൾ മറ്റൊരു മരുന്ന് തരുന്ന രീതിയുണ്ട് പല മെഡിക്കൽ സ്റ്റോറിലും. അതേപോലെ മൂത്ത കുട്ടിക്ക് കൊടുത്ത അതേ മരുന്ന് അതേ അസുഖത്തിന് ഇളയ കുഞ്ഞിന് നൽകുന്ന രീതി പല വീട്ടിലുമുണ്ട്. ഇതൊക്കെ വരുത്തി വെക്കുന്ന അപകടം ചെറുതല്ല. മരുന്ന് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നിരവധിയുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്ന് ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുകയാണ് ശിശുരോഗ വിദഗ്ധ കൂടിയായ ഡോക്ടർ ശ്രുതി AR. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി, പ്രാൺ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഈ അടുത്ത കാലത്ത് 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് സിറപ്പിന് പകരം ഡ്രോപ്സ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നൽകി കുഞ്ഞിന്റെ കരളിനെ ബാധിക്കുകയും തുടർന്ന് കുഞ്ഞ് ഹോസ്പിറ്റലിലാവുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് കുറച്ച് സംശയങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പം ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. കുഞ്ഞുങ്ങളുടെ പാരന്റ്സ് എന്ന നിലയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ കുഞ്ഞും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെ? നമ്മുടെ ഓരോ പൊന്നോമനയും നമുക്ക് പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളുമാണ്. ഓരോ കുഞ്ഞിന്റെയും സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസവും എല്ലാം പോലെ തന്നെ അവരുടെ വെയിറ്റും തൂക്കവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെ? ചിലപ്പോൾ 1 വയസ്സായ ഒരു കുഞ്ഞിന് 10 കിലോഗ്രാം തൂക്കം ഉണ്ടാവാം. ചില കുട്ടികൾക്ക് 9 കിലോഗ്രാം ആയിരിക്കും. എന്നാൽ വേറെ ചില കുട്ടികൾക്ക് 12 കിലോഗ്രാം തൂക്കമായിരിക്കും. അങ്ങനെ ഓരോ കുട്ടിയുടെയും വ്യത്യാസപ്പെട്ട വെയിറ്റ് പോലെ തന്നെ വ്യത്യാസപ്പെട്ട വെയിറ്റ് അനുസരിച്ച് അവരുടെ പീഡിയാട്രിക് മരുന്നുകൾ, മെഡിസിൻസിന്റെ ഡോസും മാറി മാറി വരുന്നു. നിങ്ങളപ്പം ഒരു പീഡിയാട്രീഷ്യനെ, ശിശുരോഗ വിദഗ്ധനെ പനിയോ ചുമയോ വേറെ എന്ത് കംപ്ലൈന്റിനാൽ കാണിക്കാൻ കൊണ്ടുപോയാലും ഡോക്ടർ കുഞ്ഞിന്റെ വെയിറ്റ് എടുത്തു എന്ന് ഉറപ്പുവരുത്തുക. വെയിറ്റ് അനുസരിച്ചാണ് മരുന്ന് തരുന്നത് എന്ന് ഉറപ്പുവരുത്തുക. കാരണം വെയിറ്റ് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 2 or 3 കുട്ടികൾ ഉണ്ടാവാം. 3 വയസ്സായ ഒരു കുഞ്ഞിന് കൊടുത്ത മരുന്ന് 2 വയസ്സായ കുഞ്ഞിന് കൊടുക്കാമോ? ഒരിക്കലും പാടില്ല. കാരണം 3 വയസ്സായ കുഞ്ഞിന്റെ തൂക്കമായിരിക്കില്ല 2 വയസ്സായ കുഞ്ഞിന്. അതനുസരിച്ച് ഡോസിൽ വ്യത്യാസം വരികയും 2 വയസ്സായ കുഞ്ഞിന് ഓവർ ഡോസിൽ മരുന്ന് ചെല്ലുകയും ചിലപ്പോൾ അത് ഏതെങ്കിലും ഓർഗൻസിനെ ബാധിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പീഡിയാട്രിക്സിൽ ശിശുരോഗങ്ങളിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസിൽ സ്ട്രെങ്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ഡ്രോപ്സ് രൂപേണയോ അല്ലെങ്കിൽ സിറപ്പിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ടാബ്ലറ്റ് രൂപത്തിലോ മരുന്നുകൾ അവൈലബിൾ ആണ്. സിറപ്പിൽ തന്നെ പല സ്ട്രെങ്തുകളും പല ഫോർമുലേഷൻസും വരും. ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാൾപോൾ തന്നെ എടുക്കാം, അല്ലെ? കാൾപോൾ ഡ്രോപ്സ് രൂപത്തിൽ വരുന്നുണ്ട്. സിറപ്പിൽ തന്നെ 125, 250, 120 വരുന്ന ചില പാരസെറ്റമോളുകളുണ്ട്, 500, അങ്ങനെ പല രീതിയിലും സിറപ്പുകൾ വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പനിയായിട്ട്, ഉദാഹരണത്തിന് ആരാണെങ്കിലും അവിടെ ഒരു കുഞ്ഞിനെ പനിയായി കൊണ്ടുപോകുന്നു. കുഞ്ഞിന് 10 കിലോഗ്രാം തൂക്കമുണ്ട്, 1 വയസ്സായ കുഞ്ഞാണെന്നിരിക്കട്ടെ. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുകയാണ്, കുഞ്ഞിന് പാരസെറ്റമോൾ കൊടുക്കുക, 125 സ്ട്രെങ്ത് ഉള്ള പാരസെറ്റമോൾ ആണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്, 5 ml വെച്ച് 6 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് കൊടുത്തോളൂ എന്ന് ഡോക്ടർ പറയുന്നു. ഓക്കെ, ആ നിർദ്ദേശമെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുക്കുന്നു. അവിടെ സിറപ്പ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവിടെ ഇരിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന ആള് പകരം കുഞ്ഞിന് എന്ത് കൊടുക്കുന്നു? ഡ്രോപ്സ് കൊടുക്കുന്നു. നിങ്ങൾ ഇതേ 5 ml ഡ്രോപ്സ് കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിലുള്ള അവസ്ഥ എന്താണ്? ഈ ഡ്രോപ്സിൽ നിങ്ങൾക്ക് ഡോക്ടർ കുറിച്ച് തന്ന സിറപ്പിൽ 5 ml 125 mg ഉണ്ടെങ്കിൽ ഈ ഡ്രോപ്സിൽ 1 ml 100 mg ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ കുഞ്ഞിന് ഏകദേശം 4 to 5 ഇരട്ടിയിലധികം മരുന്ന് കുഞ്ഞിന്റെ ലിവറിലോട്ട് കയറ്റി വിടുകയാണ്. അപ്പോൾ കുഞ്ഞിന് അതുമൂലം ലിവർ ടോക്സിറ്റി, ഓവർഡോസ് മൂലം ലിവർ ടോക്സിറ്റി, ഹെപ്പാറ്റോടോക്സിറ്റി വരികയും അത് കാരണം ലിവർ ഫെയിലിയറോ മരണമോ വരെ സംഭവിച്ചേക്കാം. അപ്പം ഇതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇത് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഹാൻഡിൽ ചെയ്യേണ്ട. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പാനിക് ചെയ്യേണ്ട. ഉടനെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച പീഡിയാട്രീഷ്യനെയോ ഡോക്ടറിനെയോ വിളിച്ച് ചോദിക്കുക, ഡോക്ടറെ ഇവിടെ സിറപ്പ് ഇല്ല, ഞാൻ ഡ്രോപ്സ് കൊടുക്കാമോ? അപ്പൊ ഡോക്ടർ അതനുസരിച്ചുള്ള ഡോസേജ് പറഞ്ഞു തരികയും നിങ്ങൾക്ക് ആ സംശയം അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാവുന്നതും പിന്നീട് നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാവുന്നതുമാണ്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മരുന്നുകളും കരളിനെ മാത്രമാണോ ബാധിക്കുന്നത്? കരളിനെ മാത്രമല്ല, വൃക്കകളെ ബാധിക്കുന്ന മരുന്നുകളുണ്ട്, തലച്ചോറിനെ ബാധിക്കുന്ന മരുന്നുകളുണ്ട്. അപ്പം ഏത് മരുന്നും ഓവർഡോസ് ആയി കഴിഞ്ഞാൽ അതാത് ഓർഗൻസിനെ ബാധിക്കുകയും അതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ചില കുട്ടികൾ അമിതമായ ഛർദി അല്ലെങ്കിൽ മനം പുരട്ടൽ, വയറുവേദന, വിളിച്ചാലും കുഞ്ഞെണീക്കാതെ കിടക്കുക, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലിവറിനെ ബാധിക്കുമ്പോൾ, കരളിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന
ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വൃക്കയെ ബാധിക്കുമ്പോൾ വേറെ കുറെ ലക്ഷണങ്ങളായിരിക്കാം. നീർവീക്കവും മൂത്രം കുറവും, ദേഹത്ത് ചിലപ്പോൾ ചൊറിച്ചിലോ BP ഉണ്ടാവുന്ന വ്യതിയാനങ്ങളോ അങ്ങനെ ഏറെങ്കിലും. അപ്പം ഇങ്ങനെ ഓരോ ഓർഗൻസിനെയും ഓരോരോ മരുന്നുകൾ അഫക്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ കുട്ടികൾ ഉണ്ടാവുന്ന സിംറ്റംസും മാറി മാറി വരുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. അപ്പൊ ചെറിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണ്, ഏതെങ്കിലും നിങ്ങൾ ഓവർഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പാനിക് ആവാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ചിലപ്പോൾ മെഡിക്കൽ സ്റ്റോറിന്റെ സൈഡിൽ നിന്നാവില്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുവരണം. അതിന്റെ മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ ആണ്, ഡോക്ടർ ഇപ്പൊ നിങ്ങളടുത്ത് പറയുകയാണ് 6 മണിക്കൂർ ഇടവേളകളിൽ പാരസെറ്റമോൾ കൊടുക്കുക. നിങ്ങൾ വിചാരിക്കുന്നു കുഞ്ഞിന് പനിയാണല്ലോ, കൂടുതലാണ്, 2 മണിക്കൂറായിട്ട് കുറയുന്നില്ല, എന്നാൽ നമുക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ അങ്ങ് പാരസെറ്റമോൾ കൊടുത്തേക്കാം. ഒരിക്കലും പാടില്ല, അത് തെറ്റാണ്. കാരണം അതും നിങ്ങളുടെ കുഞ്ഞിന് ഓവർഡോസ് മരുന്ന് ചെല്ലുകയും അതുമൂലം കരളിന് ഇഞ്ചുറി ഉണ്ടാവുകയും ലിവർ ടോക്സിറ്റി കാരണം കുഞ്ഞിന്റെ ലിവർ അഫക്റ്റഡ് ആവുകയും ചെയ്യും. ഇതും ആ മെഡിക്കൽ സ്റ്റോർ പാർട്ടി അതേ തെറ്റ് തന്നെയാണ് നിങ്ങളും ആവർത്തിക്കുന്നത്. അപ്പം ഏത് രീതിയിലും ഒരിക്കലും ഓവർഡോസ് കുഞ്ഞിന്റെ അടുത്ത് എത്താൻ പാടില്ല. എപ്പോഴും ഒരു പീഡിയാട്രീഷ്യന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ്. ചിലപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും, ചില മരുന്നുകൾ നമുക്ക് സ്റ്റൊമക് വാഷ് അഥവാ ഗ്യാസ്ട്രിക് ലവാഷ് വഴി റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ ചില മരുന്നുകൾക്കെല്ലാം ആന്റിഡോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ ഒരു പ്രത്യേക അളവിനുള്ളിലാണെങ്കിൽ ചിലപ്പോൾ ചില മരുന്നുകൾക്ക്, എല്ലാ മരുന്നുകൾക്കും ഇല്ല, പാരസെറ്റമോളിന് ഉദാഹരണത്തിനുണ്ട്, ആന്റിഡോട്ട് കൊടുത്ത് നമുക്ക് ഒരു പരിധിവരെ ഈ കരളിലുണ്ടാവുന്ന ഇഞ്ചുറി, അക്യൂട്ട് ലിവർ ഫെയിലിയറോ ട്രാൻസ്പ്ലാന്റിലോട്ട് പോകുന്ന അവസ്ഥയോ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ സിവിയർ ആയിട്ടുള്ള ഒരു ലിവർ ഫെയിലിയർ, അക്യൂട്ട് ലിവർ ഫെയിലിയറിലോട്ട് കുഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ എന്താണ് വേണ്ടത്? നമ്മൾ മുൻകരുതൽ എടുക്കണം, മുൻകരുതലോടെ പെരുമാറണം. അപ്പൊ ഓരോ തുള്ളി മരുന്നും എത്തുന്നതിന് മുമ്പേ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക. നിങ്ങളുടെ കുരുന്നുകളുടെ ജീവൻ നിങ്ങളുടെ കൈകളിലൂടെയാണ്. അതുകൊണ്ട് ടേക്ക് കെയർ. നന്ദി. തീർച്ചയായിട്ടും നമ്മൾ വളരെ എപ്പോഴും അശ്രദ്ധ കാണിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഡോക്ടർ ശ്രുതി അതിനുള്ള പരിഹാരമാണ് പറഞ്ഞു തന്നത്. ന്യൂസ് പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥിയും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.